ഹലോ എവരി വൺ, വെൽക്കം ടു ജൂക്കോഡ് മലയാളം. അപ്പം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിനക്സ് ബേസിക് ടു അഡ്വാൻസ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എന്താണ് ലിനക്സ് കെർണൽ എന്താണ്, അതുപോലെ ഉബുണ്ടു, ഫെഡോറ, ഡെബിയൻ, ഇങ്ങനെ കുറച്ച് ടേമുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ടേമുകളൊക്കെ എന്താണെന്നതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ പാക്കേജാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ഫാക്ടറി ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഒരു ഫാക്ടറി ആകുമ്പോൾ ഫാക്ടറിയിൽ ഒരുപാട് പ്രോസസ്സുകളും പ്രോഗ്രാംസുകളും നടക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരു മാനേജർ വേണം. അതുപോലെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ഒരു മാനേജർ എങ്ങനെയാണോ ഒരു ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിൽ ആ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഇന്ന് ലോകത്ത് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോൾ വിൻഡോസ്, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യണ വിൻഡോസ്, അതുപോലെ മാക് ബുക്കുകളിലൊക്കെ വരുന്നത്. പിന്നെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ്, അതും ഒരു ലിനക്സ് ഡിസ്ട്രോ ആണ്. അതുപോലെ ഐഫോണിൽ iOS. ഇങ്ങനെ ഏതൊരു ഹാർഡ്വെയറിനും ഒരു OS ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട മറ്റൊരു OS ആണ് ലിനക്സ്. ഇപ്പം മറ്റുള്ള OSൽ നിന്ന് ലിനക്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇൻ്റർനെറ്റിൽ. അതുപോലെ ഹൈലി സെക്യൂർഡ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ സെർവേഴ്സും ലിനക്സിലാണ് റൺ ചെയ്യുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നും ലിനക്സ് എന്താണെന്നും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി എന്താണ് ഒരു കെർണൽ, അല്ലെങ്കിൽ ലിനക്സ് കെർണൽ എന്താണ്? അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു കെർണൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഹേർട്ട് എന്ന് നമുക്ക് വേണം, അതിൻ്റെ ഹൃദയം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലോ ഏതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ആ ആപ്ലിക്കേഷന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് ഹാർഡ്വെയർസിനെ അല്ലെങ്കിൽ കമ്പോണൻസിനെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ക്രോം ഉപയോഗിച്ച് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പം അതിന് ഈ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറച്ച് മെമ്മറി ഫയലിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ടെലിഗ്രാമിൽ ഫോർ എക്സാമ്പിൾ ടെലിഗ്രാമിൽ നിന്ന് ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഈ മൂവി 1 GB ആണെങ്കിൽ ഈ 1 GB നമ്മുടെ സിസ്റ്റത്തിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കണം. ഇനി അഥവാ നമ്മൾ ഫ്യൂച്ചറിൽ ഈ മൂവി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ അലോക്കേറ്റ് ചെയ്ത് വെച്ച 1 GB ഡീഅലോക്കേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അതായത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസിനും നമ്മുടെ കമ്പ്യൂട്ടറിനുള്ള ഹാർഡ്വെയർസിനും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു സംഭവമാണ് കെർണൽ. ഇനി എന്താണ് ഉബുണ്ടു, ഫെഡോറ, ഡെബിയൻ, അതുപോലെ ആൻഡ്രോയിഡ്? ഇതൊക്കെ ലിനക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലേവർ എന്ന് പറയാം. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓരോ വേർഷൻസ് ആണ് ഈ ഉബുണ്ടു, ഫെഡോറ, കാലി ലിനക്സ്, ആർക്ക് ലിനക്സ് എന്നൊക്കെ പറയുന്നത്. അതായത് ലിനക്സ് ഫ്രീ ആയിട്ട് ഉള്ള അന്ന് മുതൽ ഇൻ്റർനെറ്റിൽ ആളുകൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ഓരോ ഡിസ്ട്രോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പറയാം. ഇവയാണ് ഈ ഉബുണ്ടു, ഫെഡോറ, ഇങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ഉബുണ്ടു സിസ്റ്റം. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഇതാണ് ഉബുണ്ടുവിലെ ടെർമിനൽ. ഇവിടെയാണ് നമ്മുടെ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ് WHO, അതായത് ഹൂ. ഈ കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് യൂസറാണ് ഇപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിക്കണതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് കമാൻഡ് ക്ലിയർ. അതായത് നമ്മൾ ടെർമിനലിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്കത് വിൻഡോ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ എന്ന കമാൻഡ് എടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. നെക്സ്റ്റ് കോമൺ ആയിട്ടുള്ള കമാൻഡാണ് LS. അതായത് നമ്മളിപ്പം നിൽക്കുന്ന കറണ്ട് ഡയറക്ടറിയിലുള്ള ഫോൾഡേഴ്സും ഫയൽസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഈ LS എന്നുള്ള കമാൻഡ്. അതായത് ഇപ്പം ഇവിടെ ഡെസ്ക്ടോപ്പ് ഞാനിപ്പോൾ ഹോം ഡയറക്ടറിയിലാണ് കറൻ്റ്ലി ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, ഡൗൺലോഡ്സ്, ലിനക്സ് ടൂട്ട്, മ്യൂസിക്, പിക്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഫയൽസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അത് നമ്മൾ ഉപയോഗിച്ച കമാൻഡാണ് LS, അതായത് ലിസ്റ്റ് കമാൻഡ്. ഇനിയിപ്പോൾ എനിക്ക് ഈ ലിനക്സ് ടൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ നമുക്ക് ഇത് CLI ആണ്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. നോർമലി നമുക്ക് GUI, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ പോകും? അതായത് നമ്മൾ നേരെ ഫയലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇത്രയും ഫയൽസ് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ ലിനക്സ് ടൂട്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഫോൾഡർ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. മൂവ് ടു ട്രാഷ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട്
നമ്മുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ഇൻസ്റ്റീഡായിട്ട് നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ചിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് കമാൻഡ്സുകൾ പഠിക്കാണ്ട്. അപ്പോൾ നമ്മൾ നിലവിലിപ്പം ഹൂ കമാൻഡ് പഠിച്ചു, ക്ലിയർ കമാൻഡ് പഠിച്ചു, ls കമാൻഡ് പഠിച്ചു. അപ്പോൾ ഞാൻ മാനുവലി ലിനക്സ് ട്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ls നിന്നടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ കാണാൻ പറ്റില്ല, അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ നമുക്ക് ഹോം ഡയറക്ടറിയിൽ നിന്ന് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് കയറാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന കമാൻഡ് cd, അതായത് ചേഞ്ച് ഡയറക്ടറി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മുടെ ഏത് ഫോൾഡറിൻ്റെ ഉള്ളിലോട്ടാണോ പോകേണ്ടത് ആ ഫോൾഡറിൻ്റെ നെയിമും കൂടി അടിച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ലൊക്കേഷൻ കാണാൻ പറ്റും. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ എത്തി. അവിടെ പോയിട്ട് നമ്മൾ ls അടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫയലും ഇല്ല. അടുത്തൊരു കമാൻഡാണ് pwd, അതായത് പ്രിൻറ്റ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി. ഇങ്ങനെ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഹോം മുതൽ നമ്മൾ കറണ്ട് നിൽക്കുന്ന ലൊക്കേഷൻ വരെയുള്ള ലൊക്കേഷൻ നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതായത് ഹോം, എൻ്റെ യൂസർ നെയിം, അതിനുശേഷം ഏത് ഡയറക്ടറിയിലാണോ കറൻറ്റിനാണ് നിൽക്കുന്നത് അത്രയും ഇത് നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് തരും. അതിനാണ് pwd. നെക്സ്റ്റായിട്ട് നമ്മൾ കമാൻഡ് പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ കോപ്പി കമാൻഡ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് cp എന്നുള്ളൊരു കമാൻഡാണ്. അതിനു മുമ്പ് നമുക്കൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, എന്നാലാണ് നമുക്ക് എന്തെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും. അപ്പം ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഫയൽ നെയിം. ഫോർ എക്സാമ്പിൾ sample.txt. നമ്മൾ ls എന്നടിച്ച് കഴിഞ്ഞാൽ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ sample.txt എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഒരു empty ഫയലാണ്, അതിനുള്ള കണ്ടൻറ് ഒന്നും. ഈ ഫയൽ ഇനി എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാമെന്ന് നോക്കാം cp കമാൻഡ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡർ, അത് നമുക്ക് പേര് ലിനക്സ് ട്യൂട്ട് എന്ന് കൊടുക്കാം. നമ്മളിവിടെ ls അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫോൾഡർ അവിടെ ഉണ്ട്. നമ്മൾ ഈ sample.txt എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ലിനക്സ് ട്യൂട്ടിൻ്റെ ഉള്ളിലോട്ടാണ് കോപ്പി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് cp, അതിനുശേഷം ഏത് ഫയലാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അതിൻ്റെ നെയിം അടിക്കാം. അതിനുശേഷം ഏത് ഡയറക്ടറിയിലോട്ടാണോ അത് കോപ്പി ചെയ്യേണ്ടത്, അത് നമുക്കിപ്പോൾ ലിനക്സ് ട്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിലോട്ടാണ് ഈ ഫയൽ കോപ്പി ചെയ്യേണ്ടത്. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇനി നമുക്ക് ലിനക്സ് ട്യൂട്ടിൻ്റെ ഉള്ളിലോട്ട് പോയേക്കാം. അപ്പോൾ ഒരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊരു ഡയറക്ടറിലോട്ട് എങ്ങനെ പോകേണ്ടത്, cd ലിനക്സ് ട്യൂട്ട്. അവിടെ പോയിട്ട് നമ്മൾ ls അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ അതവിടെ കോപ്പി ആയിട്ട്. അപ്പം ഇങ്ങനെ നമ്മളൊരു ഫയൽ ഒരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊരു ഡയറക്ടറിലോട്ട് കോപ്പി ചെയ്യല്. ഇനി നമുക്ക് എങ്ങനെ ഈ ലിനക്സ് ട്യൂട്ടിൽ നിന്ന് ഡെസ്ക്ടോപ്പിലോട്ട് ബാക്ക്വേർഡ് അടിച്ച് എങ്ങനെ പിന്നിലോട്ട് വരാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ cd നമ്മൾ ഡയറക്ടറിൻ്റെ നെയിം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹോമിനുള്ളിലായിരുന്നെങ്കിൽ ഡെസ്ക്ടോപ്പ് സ്ലാഷ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫോൾഡറിൻ്റെ നെയിം എന്താണോ അത് അടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡർ നെയിം വീണ്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് വരാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ പീരീഡാണ്, അതായത് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം ഒരു ഡയറക്ടർ ബാക്കിലോട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലെത്തി. ഇനി നമുക്ക് വീണ്ടും ഹോമിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെ പോകും, ഒന്നുകൂടെ ഡബിൾ പീരീഡ് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അറ്റ് എ ടൈമിൽ 2 ഡയറക്ടർ എങ്ങനെ പിറകിലോട്ട് വരാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒന്നുകൂടെ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലെ ലിനക്സ് ട്യൂട്ടിൻ്റെ ഉള്ളിലെത്തി. ഇവിടെ നമ്മൾ 2 ഡോട്ട് സ്ലാഷ് അഗെയിൻ 2 ഡോട്ട് സ്ലാഷ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഹോമിൻ്റെ ഉള്ളിലെത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ടർ ചേഞ്ച് ആക്കൽ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കമാൻഡ് പഠിച്ചു, ls പഠിച്ചു, pwd പഠിച്ചു, cd പഠിച്ചു, എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കമാൻഡ് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് കോപ്പി ചെയ്ത പോലെ നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ഫയൽ മറ്റൊരു ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ കോപ്പിക്ക് cp ആണെങ്കിൽ മൂവിന് mv, ജസ്റ്റ് നെയിം പോലെ തന്നെ അതിന് 2 അക്ഷരമുള്ളൊരു കമാൻഡ്. അപ്പം mv നമ്മുടെ ഫയലിനെ അതിനു മുമ്പ് നമുക്ക് ലിനക്സ് ട്യൂട്ടിൻ്റെ ഉള്ളിലോട്ട് പോകാം. cd ഡെസ്ക്ടോപ്പ്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിലോട്ട് പോകാം. അതിനുള്ള നമ്മൾ മറ്റൊരു ഫോൾഡർ ഉണ്ടാകും, sample2.txt, ഫോമല്ല .txt. നമുക്ക് ഈ ഫയൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് മൂവ് ചെയ്യാം ലിനക്സ് ട്യൂട്ടിൻ്റെ ഉള്ളിലോട്ട്. അതിന് വേണ്ടി നമ്മൾ mv നമ്മുടെ ഫയൽ നെയിം
sample2.txt നമ്മുടെ ഫോൾഡറിന് ലിനക്സ് ടൂട്ട്. അപ്പോൾ ഫയൽ അവിടെ മൂവ് ആയിട്ടുണ്ട്. ഇനി അത് ലിനക്സ് ടൂട്ടിൻ്റെ എത്തിയോ നോക്കാൻ നമുക്ക് ജസ്റ്റ് ലിനക്സിൻ്റെ ഉള്ളിൽ പോയേക്കാം. കണ്ടോ, ഈ sample2.txt എന്നുള്ള ഫയൽ അവിടെ മൂവ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഒരു ലൈന് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് ടെർമിനലിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കമാൻഡാണ്? ജസ്റ്റ് ക്ലിയർ എൻ്റർ. പിന്നെ ഇവിടെ എങ്ങനെ നമുക്ക് ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ എക്കോ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. എക്കോ കമാൻഡ് ഡിസ്പ്ലേസ് എ ലൈൻ ഓർ ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ കമാൻഡ് യൂസ് ചെയ്യുന്നത്. എക്കോ ജസ്റ്റ് സ്ട്രിങ് ഓപ്പൺ ചെയ്യുക, ഹലോ വേൾഡ്. കണ്ടോ, ഇതിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് ഈ sample.txt എന്നുള്ള ഫയൽ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് r എന്നിട്ട് ഫയലിൻ്റെ നെയിം sample.txt. ഇപ്പോൾ ആ ഫയൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ടെസ്റ്റ്. നമ്മളൊരു ഫോൾഡർ ബ്ലൂ കളറിലാണ് ഫോൾഡർ കാണിക്കുക. അപ്പോൾ ഒരു ടെസ്റ്റ് കണ്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ല ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, RMDIR, അതായത് റിമൂവ് ഡയറക്ടറിൻ്റെ നെയിം എന്താണ്? ടെസ്റ്റ്. അപ്പം ആ ഫോൾഡർ അവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എംപ്റ്റി ഫോൾഡറാണ്. നമുക്കിനി ലിനക്സ് ടൂട്ട് എന്നുള്ള, അതായത് ഈ sample2.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കണ്ടൻറ്റ്, ഒരു ഫയൽ ഈ ലിനക്സ് ടൂട്ട് എന്നുള്ള ഫോൾഡർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ ലിനക്സ് ടൂട്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം, അതായത് നോൺ എംപ്റ്റി ഫോൾഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡയറക്ടറി പിന്നിലോട്ട് ഇറങ്ങി. ഇനി നമ്മളിവിടെ RMDIR ലിനക്സ് ടൂട്ട് എന്നടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഫെയിൽഡ് ടു റിമൂവ് ലിനക്സ് ടൂട്ട് ബിക്കോസ് ഇറ്റ് നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ നോൺ എംപ്റ്റി ആയിട്ടുള്ള ഡയറക്ടർ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ജസ്റ്റ് നമ്മൾ ഫയൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിച്ച RM സ്പേസ്, പിന്നെ നമ്മളൊരു ഫ്ലാഗ് അടിക്കണം, -R. ഇനി നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം. ഇപ്പോൾ അത് ഡിലീറ്റ് ആയി. അപ്പോൾ നോൺ എംപ്റ്റി ആയിട്ടുള്ള ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യണ RMDIR വർക്ക് ആവില്ല. അതിന് ഇൻസ്റ്റീഡ് ആയിട്ട് നമ്മൾ RM സ്പേസ് -R പിന്നെ നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം. ഇതാണ് ഒരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും ഒരു ഫോൾഡർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡ്, അതായത് രണ്ട് ഫയൽ എങ്ങനെ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ എക്കോ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ ഡിസ്പ്ലേ ചെയ്തു. ഈ സെയിം എക്കോ കമാൻഡ് വെച്ചിട്ട് ഈ ഡിസ്പ്ലേ ചെയ്ത ലൈൻ എങ്ങനെ നമുക്കൊരു ഫയലിനുള്ളിലോട്ട് സ്റ്റോർ ചെയ്യാം, അതിനുശേഷം ആ ഫയൽ എങ്ങനെ റീഡ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു 1-2 കമാൻഡ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ ലിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് കറൻ്റ്ലി ഉള്ളത്. നമുക്ക് ഫസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, sample.txt. ഇതിനുള്ളിലോട്ട് നമ്മളൊരു ഹലോ വേൾഡ് സ്റ്റോർ ചെയ്യാൻ പോകും. അതിനായിട്ട് നമ്മൾ എക്കോ നമ്മുടെ ടെക്സ്റ്റ് ഹലോ വേൾഡ്, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ഗ്രേറ്റർ ദാൻ ഈ സിമ്പിൾ ഇടുക, റൈറ്റ് ആരോ, അതിനുശേഷം ഏത് ഫയലിനുള്ളിലോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് sample.txt. ഫോൾഡറിൻ്റെ ഒരു ഫയലുണ്ട്, അതിനുള്ളിലോട്ട് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇനി ഇതെങ്ങനെ റീഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ CAT നമ്മുടെ ഫയലിൻ്റെ നെയിം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കാം, ടെക്സ്റ്റ് sample2.txt. എന്നിട്ട് നമുക്ക് ഇതേപോലെ മറ്റൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം, മൈ നെയിം ഈസ് ജോൺ. ഇത് നമുക്ക് sample2.txt ഉള്ളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം, sample2.txt. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഫയലും കൂടി കൺകാറ്റിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് CAT ഫസ്റ്റ് ഫയലിൻ്റെ നെയിം sample.txt സ്പേസ് sample2.txt. ഓ മൈ ഗോഡ്, 2.txt. ഇപ്പോൾ കണ്ടോ, രണ്ട് ഫയലും കൂടി കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഇനി നമുക്ക് രണ്ട് ഫയലും കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് മറ്റൊരു ഫയലിൻ്റെ ഉള്ളിലോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ
അത് നമുക്ക് കാറ്റ് കമാൻഡ് വെച്ചിട്ട് പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫയലാണ് നമുക്ക് കൺകാറ്റനേറ്റ് ചെയ്യേണ്ടത്? sample.txt ആൻഡ് sample2.txt ഇൻറ്റു sample3.txt. പുതിയൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അവിടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ cat sample.txt sample2.txt. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ആരോ ഇടുക, sample3.txt. അപ്പോൾ അവിടെ പുതിയൊരു ഫയൽ sample3.txt കൊണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. cat sample3.txt. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? 3.txt. ഓക്കെ. അപ്പോൾ ഇത് മൂന്നാമതൊരു ഫയലിൻ്റെ ഉള്ളിൽ മറ്റ് രണ്ട് ഫയലും കൺകാറ്റനേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്.